മൂന്നാം മുറ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെന്ന് DGP ലോക്നാഥ് ബെഹ്റ. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, DGP ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നതിനുണ്ടായ സാഹചര്യം എന്താണ്? സുരാജ്, കൊല്ലത്തുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് DGP ഇത്തരത്തിലൊരു നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാനത്തെ പോലീസിന് നൽകിയിരിക്കുന്നത്. മൂന്നാം മുറയ്ക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാരും റേഞ്ച് IG-മാരും റൂറൽ ADGP-മാരും വ്യക്തിപരമായ ശ്രദ്ധ ചെലുത്തണമെന്നും സംസ്ഥാന പോലീസ് മേധാവി നൽകിയ നിർദ്ദേശത്തിൽ ഉണ്ട്. ജനങ്ങളോട് മാന്യമായ പെരുമാറ്റമാണ് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും അതിന് വിരുദ്ധമായ പ്രവണതകൾ ഒഴിവാക്കാൻ സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ മുകളിലോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കുറ്റാന്വേഷണങ്ങളുടെയും പരാതികളുടെയും ഭാഗമായി കസ്റ്റഡിയിലെടുക്കുന്നവരോട് മൂന്നാം മുറ പാടില്ല. ട്രാഫിക് പരിശോധന, ക്രമസമാധാന പാലനം തുടങ്ങിയ അവസരങ്ങളിൽ പ്രകോപനമുണ്ടായാൽ പോലും സംയമനം പാലിക്കണമെന്നും DGP നിർദ്ദേശിക്കുന്നുണ്ട്. ജനങ്ങളോട് മാന്യവും സൗഹാർദ്ദപൂർണവുമായി ഇടപെടണമെന്നുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിട്ടുണ്ടെങ്കിലും അതിന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ ഇപ്പോഴും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവം ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ക്രിമിനൽ കേസും വകുപ്പുതല നടപടികൾ എടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പോലീസ് പെരുമാറ്റം പോലീസ് സേനാംഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റം പോലീസ് സേനാംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായതിൽ സംസ്ഥാന പോലീസ് മേധാവി എന്ന നിലയിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ശരി, KG ദിനകറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.